അനു നിഷേധിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മുമ്പ് കുറെ പേര് പറഞ്ഞു, അവരുടെ ആരുടെയും പേര് വരുന്നില്ല. ഞാൻ എക്സാക്ട്ലി ആ എമൗണ്ട് പറഞ്ഞുകൊണ്ടായിരിക്കും തോന്നുന്നു പ്രശ്നം വന്നത്. PR ചെയ്യുന്നത് പ്രശ്നമാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെയും കുറെ പേര് പറയുന്നുണ്ട്. ഹലോ ഗൈസ്, ഇന്നത്തെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് കുറച്ചു പേരെങ്കിലും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ബിന്നി ബിന്നി കുത്തിത്തീരിപ്പിന്റെ രാജകുമാരിയല്ലേ ബിന്നി ഇപ്പൊ കിടന്ന് ഉരുണ്ട് പെരണ്ട് മരണ്ട് ഉരുണ്ടൊക്കെ ഇരിക്കുകയാണ്. കൂടെ നൂബി എത്തിയിട്ടുണ്ട്. എന്തുവാടേ അനുമോൾ താഴത്തില്ലടാ. ഈ സെറ്റപ്പ് തന്നെയാണ്. ഇനി അവളെങ്ങാണ്ട് കപ്പില്ലാണ്ട് പോയാൽ കൂടി, പക്ഷെ കപ്പിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും മാക്സിമം വോട്ട് ചെയ്യും. പക്ഷെ കപ്പില്ലാണ്ട് പോയാൽ കൂടി പുഷ്പ താഴത്തില്ലടാ. ഇനി എങ്ങാണ്ട് അനുമോക്ക് കപ്പ് കിട്ടിയില്ലെങ്കിൽ അത് ഉറപ്പിച്ചോ, എവിടെ നിന്നാ മലത്തേണ്ടതൊക്കെ മലത്തി നല്ല പോലെ കളികൾ കളിച്ച് തന്നെയാണ് അവർക്ക് ഇപ്പൊ കിട്ടാണ്ട് പോയതെന്ന് അങ്ങ് മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ ബിന്നി അവിടെ നിന്നില്ല ഒരു സെക്കൻഡ്. ആദില നൂറയില്ലേ, ഇവരായിരിക്കും ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്ന രണ്ട് വ്യക്തികൾ. കാരണം അനുമോള് ഇവരെ എത്രത്തോളം ജെനുവിനായിട്ട് സ്നേഹിച്ചു എന്നുള്ളൊരു കാര്യം പുറത്തിറങ്ങിയതിന് ശേഷം മാത്രമായിരിക്കും ഈ രണ്ട് കാട്ടുവിഷങ്ങളും മനസ്സിലാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുവരെ ഇവളുമാർക്ക് ഒന്നും മനസ്സിലാവത്തില്ല. പുറത്തിറങ്ങിയിട്ട് ഇവളുമാർ ഓരോ വീഡിയോകൾ കണ്ടും ഇവരെയൊക്കെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കൊടുത്തും കാര്യങ്ങൾ പിന്നെ മനസ്സിലാക്കും. അനുമോൾ എത്ര ജെന്യൂനായിട്ടാണ് ഇവരെടുത്ത് നിന്നതെന്നും അനുമോൾ എത്ര ജെന്യൂനായിട്ടാണ് ഇവരെ സ്നേഹിച്ചതെന്നും മനസ്സിലാക്കും. കൂടെ നിന്നിട്ട് പുതുകാല് വെട്ടി നീയൊക്കെ രണ്ടും തന്നെയാണെന്ന് നീയൊക്കെ തിരിച്ചറിയുന്ന ഒരു സമയമുണ്ടാവും. അതുവരെ വെയിറ്റ് ആൻഡ് വാച്ച്. അന്നിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. വല്ലവരും വന്നും കയറിയും പറഞ്ഞും തരുന്നതും കേട്ടും കൊണ്ട് ആട്ടത്തിനനുസരിച്ച് തുള്ളാൻ നിന്നതിന് നിനക്കൊക്കെ ഒരു മുറപടി കിട്ടുമ്പോൾ നീയൊക്കെ പഠിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സീരിയസ്ലി ഇവന്റെയൊക്കെ ഇവളുമാരെയൊക്കെ വന്നില്ല ഇപ്പം കുറെ എണ്ണം, അപ്പാനിയും കുപ്പാനിയും ശൈത്യം കീത്തിയും മൈത്തിയൊക്കെ ഇതിന്റെയൊക്കെ വാക്കും കേട്ടും കൊണ്ട് ആടുന്നില്ലേ ആദിലെ നൂറെ. പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാക്കും എത്രത്തോളം കൊടും വിഷങ്ങളാണ് അതൊക്കെ ഇഞ്ചക്ട് ചെയ്ത് നീയൊക്കെ വിഷങ്ങളായി മാറി അനുമോളെടുത്ത് കാണിച്ചതെന്ന്. സീരിയസ്ലി അതുവരെ നിനക്കൊക്കെ ഒന്നും മനസ്സിലാവത്തില്ല, നിനക്കൊക്കെ ഒന്നും അറിയത്തില്ലല്ലോ. ഇവന്മാരും ഒക്കെ പുറത്തുനിന്ന് വന്ന് പറഞ്ഞത് വെച്ചിട്ടല്ല കോണ അടിക്കുന്നത്. ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? സ്വയമേ വെളുപ്പിക്കാനാണ് അതൊക്കെ വന്നിട്ടുള്ളത്. അതെങ്കിലും ബോധത്തോടെ മനസ്സിലാക്കുക. അല്ലാണ്ട് നിന്നെയൊക്കെ നന്നാക്കാനല്ല, നിനക്കൊക്കെ കപ്പ് മേടിച്ചു തരാനല്ല, അവരെ സ്വയം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവരൊക്കെ കാണിച്ചു കൂട്ടി കാട്ടപരാധങ്ങൾ അനുമോള് വിളിച്ചു പറഞ്ഞതിന് ഇപ്പൊ ഒരു പോയിന്റ് എത്തിയപ്പോൾ എയറിൽ കയറി പോയപ്പോൾ അകത്ത് തിരിച്ചൊരു റീ എൻട്രിക്ക് അവസരം കിട്ടിയപ്പോൾ അതിനെയൊക്കെ വെളുപ്പിച്ച് നൈസായിട്ട് വൈറ്റ് വാഷ് അടിച്ച് വിടാൻ വേണ്ടിയിട്ടാണ് ഈ ഊളകളെല്ലാം തിരിച്ചു വന്നിട്ടുള്ളത്. അല്ലാണ്ട് നിന്നെയൊക്കെ ആരെ നന്നാക്കിക്കൊണ്ട് ട്രോഫി അടിപ്പിച്ച് തരാമെന്നല്ല. ഇന്നലെ അക്ബർ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു, അയ്യോ എന്റെ വീട്ടിൽ കുടുംബം ഈ കുടുംബത്തിനെയൊക്കെ കുറിച്ച് ചിന്ത ഉണ്ടായിരുന്നു, സൈബർ അറ്റാക്കിനെ കുറിച്ച് പേടിയുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഈ ഷോയിൽ വന്നത്? ഈ ഷോ എല്ലാ വർഷവും ചർച്ചാ വിഷയമാകും. ഭയങ്കരമായിട്ട് ഏറി കയറേണ്ട ആൾക്കാർ ഏറി കയറും. കുടുംബജീവിതങ്ങൾ തകർന്ന ആൾക്കാർ വരെയുണ്ട്. അത്രയും ഗട്ട്സും അത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഈ ഷോയിൽ വരിക. അല്ലാണ്ട് കുടുംബണ്ണ കുറെ ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കുടുംബവും ഗോത്രവും ഒക്കെ പേടിച്ചും അല്ലാതെ ഈ കമന്റ്സും നെഗറ്റീവും ഒക്കെ പേടിയുള്ളവർ ഇങ്ങോട്ട് വരല്ലേ. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആക്റ്റീവ് ആണെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും വരും. അത് ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം നിൽക്കുക, അല്ലെങ്കിൽ മൂടിക്കെട്ടി എണീച്ച് പോവുക. ഒരു വിഷയമില്ല. അതാണ് എനിക്ക് നേരെ അങ്ങ് പറയാനുള്ളത് കേട്ടോ. നല്ല പോലെ എനിക്ക് പറയാനുള്ളത് അതൊരു കാര്യം തന്നെയാണ്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫൈറ്റ് ഉണ്ടാവും. അതെല്ലാം തരണം ചെയ്യാനും ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം സോഷ്യൽ മീഡിയയിൽ വരിക. ബിഗ് ബോസ് കയറി വന്നല്ലോ. ഇപ്പൊ ഇന്നലെ ഇരുന്ന് അക്ബർ കരയുന്നുണ്ടായിരുന്നല്ലോ. ഉളുപ്പില്ലട ചങ്ങായി, നിനക്ക് ഇത്രയും പേടിത്തുറിയായിരുന്ന നീ? നമ്മളൊക്കെ അതൊക്കെ കാണണം. തള്ളക്കുളിയുടെ പൂരം. ഫേസ്ബുക്കൊക്കെ എടുക്കുന്ന സമയത്ത് ചീത്ത വിളിയോ ഹോഷേത്രയാണ് ചില സമയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പോട്ടുപുല്ല് മൈൻഡ് ചെയ്യത്തില്ല. ആ സെറ്റപ്പിൽ നമ്മൾ വിടും. അതാണ് നമ്മൾ. അത്രേ ഉള്ളൂ. അങ്ങനെ ഗട്ട്സോടെ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം സോഷ്യൽ മീഡിയയിൽ വരിക, അല്ലെങ്കിൽ മിണ്ടിയിട്ടങ്ങ് ഇരിക്കുക. അത്രേ ഉള്ളൂ. ഇനി കുത്തിത്തിരിപ്പ് ബിന്നി പറ. അനു നിഷേധിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മുമ്പ് കുറെ പേര് പറഞ്ഞു, അവരുടെ ആരുടെയും പേര് വരുന്നില്ല. ഞാൻ എക്സാക്ട്ലി ആ എമൗണ്ട് പറഞ്ഞുകൊണ്ടായിരിക്കും തോന്നുന്നു പ്രശ്നം വന്നത്. PR ചെയ്യുന്നത് പ്രശ്നമാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെയും കുറെ പേര് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു കാര്യം ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എല്ലാവരും. ലൈക്ക് ഇപ്പൊ ഫിനാലെ ആവുകയാണ്, ബാക്കിയുള്ള കണ്ടസ്റ്റൻസും അവിടെ ഉണ്ട്, അവരെ പറ്റി ചോദിക്കുന്നില്ല, അവരുടെ PR ചോദിക്കുന്നില്ല, അവരുടെ ആ ഒരു ഇഷ്യൂ ഇല്ല. അവർക്ക് PR ഉണ്ടെന്ന് പറയുന്നു, അവരും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സോ അവരുടെ ഐഡിയയും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നില്ല. അനുവിന്റെ മാത്രം എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. PR ചെയ്യുന്നത് തെറ്റല്ല, പക്ഷെ PR കൊണ്ട് മാത്രം അവിടെ നിന്നു എന്ന് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ മലക്കം പറയാൻ പറ്റുമോ? ഓന്ത് മാറും ഇമ്മാതിരി നിറം. ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നത്. ഏറിക്കയറി പോയപ്പോ നേരെ അങ്ങ് നിലപാട് മാറ്റി ഉൾട്ടയടിച്ചങ്ങ് തിരിഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. PR ഒന്നും ഒരു തെറ്റല്ല. PR ഒക്കെ എന്ത് തെറ്റാ? ആരും അത് PR തെറ്റാണെന്ന്. PR ഒന്നും തെറ്റല്ല. ധൈര്യമായിട്ടിരിക്കുക. അനുമോക്ക് PR അല്ലല്ലോ, ബാക്കിയുള്ളവർക്കും PR ഉണ്ടല്ലോ. പിന്നെന്താ അനുമോളുടെ PR മാത്രം ചർച്ച ചെയ്യുന്ന? PR ഒന്നും തെറ്റല്ല. ഇങ്ങനെയൊക്കെ ഉൾട്ടയടിക്കാൻ പറ്റുമോ?
സ്വയം 8 ലക്ഷത്തിന്റെ PR കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വായ്ത്താളടിക്കുന്നത്. അത് മാത്രമല്ല, ഈ PR കേസിൽ ഏറി കയറി എല്ലാം ഏറി കയറി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഉൾട്ടടിച്ച് മറിഞ്ഞത്. എന്തായാലും പിന്നെ കുത്തിത്തേരി പിന്നെ രാജകുമാരി അല്ലേ, ഓരോ സമയത്തിനനുസരിച്ച് നിൽക്കാൻ അത് വിനിയ പോയിട്ടേ ഉള്ളു. പിന്നെ കലക്കി തീർത്ത് ഓള് ചടിക്ക് കഴിഞ്ഞ് എനിക്ക് വയ്യ, എനിക്ക് തന്നെ എന്താ പോലെ തോന്നും. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ അങ്ങ് നിറം മാറി കഴിഞ്ഞ നേരത്തെ PR 16 ലക്ഷത്തിന്റെ PR എന്ന് വിളിച്ചോണ്ടിരുന്ന ടീംസാണ്. ഞാൻ ആദ്യം മുതലേ പറയുന്നു, ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. ഈ PR കൊടുക്കുന്ന തെറ്റല്ല. കയ്യിൽ പൈസ ഉള്ളവൻ PR കൊടുക്കും, കാർ വാങ്ങും, ബസ് വാങ്ങും. ഇല്ലാത്ത ഇങ്ങനെ ഇരുന്ന് മൂഞ്ചൊന്നും തന്നെയാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞിട്ടുള്ളത്. പൈസ ഉള്ളവർ PR കൊടുക്കും, അല്ലാത്തവർ ഇരുന്ന് തേഞ്ഞൊട്ടത്തേ ഉള്ളൂ. അത് ആദ്യം മുതലേ ഞാൻ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അവർ PR കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവർ PR കൊടുത്തിട്ടുള്ള. അവരുടെ ക്ലിപ്പുകൾ അല്ലെങ്കിൽ പുറത്ത് ഔട്ട് വരാത്ത എപ്പിസോഡ് വഴി പുറത്ത് വരാത്ത കാര്യങ്ങളെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അവർ പൈസ കൊടുത്ത് ആളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരത് വൃത്തിക്ക് വെടിപ്പിനും ചെയ്യുന്നുണ്ട്. അവരെ ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം യൂസ് ചെയ്ത് ആക്റ്റീവ് ആക്ട് നിർത്തുന്ന പരിപാടിയാണ് PR ചെയ്യുന്നത്. പക്ഷേ അന്ന് ഈ വിന്നി അടക്കം കുറ്റം പറഞ്ഞുകൊണ്ട് 16 ലക്ഷത്തിന്റെ PR അവൾ കൊടുക്കട്ടെ, ബാക്കിയുള്ളവർ കൊടുക്കുന്നില്ല, അവരുടെ PR ഒന്ന് ചർച്ച വരുന്നില്ല. ഞാൻ മാറ്റോടാ മാറിക്കഴിഞ്ഞ. ഇനി ന്യൂവി എണ്ണ വന്നിട്ടുണ്ട്. ന്യൂവി എണ്ണനോടാണ് എനിക്കിഷ്ടം. ന്യൂവി എണ്ണ പറ. ഹലോ ഗൈസ്, ഇന്നത്തെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് കുറച്ചു പേരെങ്കിലും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന്റെ അവസാന ഭാഗമാകുമ്പോഴേ ചില ആൾക്കാരുടെ PR കാരണം വേറെ ആൾക്കാർക്ക് ലൈഫിൽ വരുന്ന കുറെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ വീട്ടിലിരിക്കുന്നവരെ പറയുക, അങ്ങനെ ഇങ്ങനെയൊക്കെ. പൈസയുള്ള ആൾക്കാർക്ക് പൈസ ഇറക്കി അവർക്ക് ജയിക്കാം. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരുടെ വീട്ടിലും കുടുംബത്തിനൊക്കെ പ്രശ്നം വരുന്ന രീതിക്ക് ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ജയിക്കുവാണെങ്കിൽ അന്തസ്സോടു കൂടി കളിച്ച് ജയിക്കണം. പൈസ അല്ലാതെ ചില ആൾക്കാരുടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഫേസ്ബുക്ക് തുടങ്ങിയ അവർ മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് ചിന്തിക്കണം, നിങ്ങളിൽ എത്ര പേരുണ്ട് ഓരോ ആൾക്കാർക്ക് വേണ്ടി ഫേസ്ബുക്കിൽ ഓരോ ഫോട്ടോ ഇട്ട് ക്യാപ്ഷൻ ഇട്ട് ഇടുന്ന ആൾക്കാർ? കമന്റ് ഇടുമായിരിക്കും, അല്ലാതെ ഇങ്ങനെ ഫോട്ടോ ഇടുന്ന എത്ര ആൾക്കാരുണ്ട്? ഇങ്ങനെ പൈസ ഉള്ള ആൾക്കാർക്ക് ഇതെല്ലാം സംഭവിക്കും. അതുപോലെ വോട്ട് മേടിക്കാനും പറ്റും. വേറെ ആൾക്കാരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് അവരെ കുറ്റവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജയിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ചെയ്യുമ്പോ കുറച്ചെങ്കിലും അന്തസ് വേണം. അണ്ണന്റെ ഭാര്യ അപ്പുറത്ത് പറയുന്ന PR കുഴപ്പമില്ലാതെ, ഇപ്പുറത്ത് എന്ന് പറയുന്ന അന്തസ് വേണമെന്ന്. ഏതെങ്കിലും ഒന്നില്ല, നിങ്ങൾ രണ്ടുപേരും കൂടി ആദ്യം പ്ലാൻ ചെയ്തിട്ട് ഒരെണ്ണത്തിൽ ഉറച്ചില്ല. എന്തുവാടേ ഇത്? അയ്യോ, അണ്ണന് നല്ല വിഷമമുണ്ട് കേട്ടോ, നല്ല വിഷമമുണ്ട്. എന്റെ പൊന്നണ്ണ, അണ്ണൻ കിട്ടുന്ന ചീത്തവിളിയുടെ ഷെയർ മൊത്തം നാട്ടുകാർ തരുന്നതാണ്. അത് ജെനുവിൻ പ്രൊഫൈലുകളെന്നാണ്. എടുത്തു നോക്കി, എനിക്ക് തന്നെ വരുന്ന മെസ്സേജിന് കൈ കണക്കൂല ബ്രോ. സീരിയസ്ലി, ഞാൻ വലിയ സംഭവമാണ്, ആനയാണ് മാടയാണ് കോടയാണെന്നല്ല. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ എനിക്ക് വരുന്ന മെസ്സേജിന് കൈ കണക്കില്ല. മുന്നേക്ക് ഞാൻ എല്ലാത്തിനും ഇരുന്ന് റിപ്ലൈ കൊടുക്കും. ഇപ്പൊ എനിക്ക് അതുപോലെ പറ്റുന്നില്ല, എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. അമ്മാതിരി മെസ്സേജാണ് വരുന്നത്. എത്ര പേരെന്നറിയുമോ വീഡിയോയിൽ വെക്കാൻ വേണ്ടിയിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്? എത്രയോ പേര് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു, ബ്രോ ഇത് വീഡിയോയിൽ വെക്കണം. കാരണം അതൊക്കെ ജെന്യൂനായിട്ടുള്ള ആൾക്കാരാണ്. എത്ര പേര് നമ്മൾ ചിന്തിക്കുന്ന അതേ തോട്ടിലാണ് അവർ ചിന്തിക്കുന്നത്. ഇതുപോലെ വലിച്ചു കീറുന്ന അധികം ആൾക്കാരും ഇല്ല. സീരിയസ്ലി. പിന്നെ ഈ കുടുംബം, സൈബർ അറ്റാക്ക്, ഇതൊക്കെ പേടിയുള്ളവർ ഈ പണിക്ക് നിൽക്കില്ല. എന്തിനാണ്? ഇതിപ്പോ പൈസയും വേണം, ഫെയിമും വേണം, ട്രോഫിയും വേണം, ചീത്ത കിട്ടാനും പാടില്ല. അങ്ങനെ നിൽക്കില്ലേ. ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ പൈസ വേണം, പിന്നെ ഫെയിം വേണം, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ചീത്ത വിളിക്കുന്നവർ വിളിക്കട്ടെ, ഈ മൈൻഡാ. മനസ്സിലായ? അല്ലാണ്ട് പൈസയും വേണം, ഫെയിമും വേണം, എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റും വേണം, എന്നെ ആരും ചീത്ത വിളിക്കാനും പാടില്ല. ഈ സാധനം പാടില്ല, ഇത് പാടില്ല. നമുക്കെല്ലാം കിട്ടുന്നതൊക്കെ നമ്മൾ വാങ്ങിച്ചു കൂട്ടി നിർത്തി വെക്കുക. എല്ലാം കിട്ടുന്നുണ്ട്. എനിക്ക് നല്ലതും പറയുന്നുണ്ട്, ചീത്തയും പറയുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. നമുക്കൊരു കോപ്പുമില്ല. ആ മൈൻഡിൽ നിൽക്കണം, അതായിരിക്കണം. അല്ലാണ്ട് ചുമ്മാ ഒരു PR നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ നിങ്ങളുടെ ഭാര്യയ്ക്ക് 8 ലക്ഷത്തിന്റെ PR. എന്ത് ഭാര്യ നിന്നില്ല? എന്ത് അനുമോള് നിൽക്കുന്നു? അനുമോളാണ് ചൂണ്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്ത് അനുമോള് നിൽക്കുന്നു? ഇത്രയും ചിന്തിക്ക്. എന്തായാലും ന്യൂബി മിക്കവാറും എന്റെ ഈ വീഡിയോ കാണുമായിരിക്കും. ഒരിക്കൽ വന്ന് കമന്റ് ഇട്ടില്ല, അതുകൊണ്ട് ന്യൂബിയുടെ ഫോട്ടോയും കൂടി തമ്മിൽ കാണുമ്പോൾ വന്ന് കണ്ടിരിക്കും. കാണാതിരിക്കാൻ വഴിയൊന്നുമില്ല. ഓക്കെ ന്യൂബി കുറച്ചൊക്കെ കാര്യങ്ങൾ ബോധത്തോടെ ചിന്തിച്ച് പെരുമാറാൻ നോക്കും. ഇപ്പോ ലാസ്റ്റ് ഘട്ടത്ത് എല്ലാ കാട്ടപരാധികളും കൂടി തിരിച്ചു കയറി പോയിട്ട് അവളെ ഇട്ട് ആക്രമിച്ച് അതിനെ പറ്റിയിട്ട് നിനക്കെല്ലാം പറയാനുണ്ട? ഒരു പെണ്ണിനെ, ഓക്കെ പെണ്ണാണോ, വാട്ടവർ ഹൂവർ എന്നെ പറയാം, ആരെങ്കിലും ആട്ടെ, ഇട്ട് ആക്രമിച്ച് അതിനെ പറ്റിയിട്ട് നിനക്ക് എന്താ പറയാനുള്ള? നിനക്ക് വല്ല തേങ്ങയും പറയാനുണ്ടോ? ഒരു തേങ്ങയും പറയാനില്ലല്ലോ. അതുകൊണ്ട് മിണ്ടാതെ ഇരിക്കുന്നതായിരിക്കും ബെറ്റർ. അവളെ വളഞ്ഞിട്ട് എല്ലാം കൂടി ആക്രമിച്ചു. അവിടെ ചോദിക്കാൻ ഒരു പട്ടിക്കുഞ്ഞില്ല. ഒരുത്തൻ പ്രപ്പോസ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു, അനീഷ്. അയ്യോ ഭയങ്കര സ്നേഹം, കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് അവൻ പറഞ്ഞ ആ പെണ്ണിനെയാണ് എല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ അവൻ വായിക്കാത്ത അണ്ണാക്കിൽ പഴം വെച്ച് മാറി തിരികൊണ്ടിരുന്നത്. അങ്ങനെയാണ് അവിടെ നടന്നിട്ടുള്ളത്. കുറച്ച് ബോധത്തോടെയൊക്കെ നടക്കുക. എല്ലാം അവള് മാത്രം അവിടെ ജെന്യുവനായിരുന്നു. അതാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത്.
ഇന്നലെ രാത്രി വെളുപ്പാങ്കാലത്ത് എങ്ങാണ്ട് കുറെ കാര്യങ്ങൾ ഈ ആദിലെടുത്ത് അനൂറെടുത്ത് എങ്ങാണ്ട് പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞാണ്, അടാ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതായത് അനുമോൾ ചോദിക്കുന്ന കുറെ വാലിഡ് പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾ കണ്ടോ ഞാൻ ഇങ്ങനെ ചെയ്ത്, നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്തായാലും അത് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഇനി PR ഇല്ലേ, അനുവിന്റെ PR, അവൻ പറയുന്ന കേട്ടു നോക്കാം. ആള് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അത് നമ്മൾ PR ആണോ എന്നുള്ള ഡൗട്ട് വരും. പക്ഷെ PR-നേക്കാളും വലിയ കളികൾ ആണ് ശരിക്കും ബിഗ് ബോസ്. അല്ല, ഈ PR വർക്ക് എന്നുള്ള രീതിയില് എല്ലാവരും ഒരു മോശമായ രീതിയിലാണ് കാണുന്നത്. എല്ലാ സീസണിലും ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ സീസണിൽ മാത്രം ഇത്ര PR-നോട് ഇത്രയും വൈരാഗ്യ ആൾക്കാർ. അല്ല, ഞാൻ പറഞ്ഞത് ഇതില് PR എന്ന് പറയുന്നത് ആ ചാനലിന് PR ഉണ്ട്, ആ ഷോനൊരു PR ഉണ്ട്, ഓരോ വ്യക്തികൾക്ക് PR ഉണ്ട്. ബിക്കോസ് ഇതെന്ന് വെച്ചാൽ ഓരോ ആൾക്കാരും പോയേക്കുന്നത് ഇലക്ഷന് മത്സരിച്ച് മന്ത്രിയാവാനല്ല. ഒരു ഷോ, ഒരു മത്സരമാണ്. ആ മത്സരത്തിൽ ജയിക്കാൻ വേണ്ടി അകത്ത് കളിക്കുന്ന പോലെ തന്നെ പുറത്തും ആൾക്കാർ കളിക്കാൻ വേണം. അപ്പൊ അതൊരു തെറ്റായ കാര്യമല്ല. നമുക്ക് പ്രചരണത്തിന് അണികളുള്ള പോലെ നമുക്ക് പ്രചരണം ചെയ്താലല്ലേ ഒരാൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനും അല്ലെങ്കിൽ ആൾക്ക് വേണ്ടി വോട്ട് ചെയ്യാനും അത് പറ്റുള്ളൂ. ഇതൊരു മത്സരമല്ലേ. ആ മത്സരത്തിന്റെ സ്പിരിറ്റിൽ ആ PR അഭിവാജ്യ ഘടകമാണ്. അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന കണ്ടന്റ് എങ്ങനെ പുറം ലോകം അറിയും? ഈ TV കാണുന്ന ആൾക്കാരിലേക്ക് മാത്രം എത്തിയാൽ മതിയോ? ഇവരുടെ തെറ്റും ശരിയും ലോകം അറിയണ്ടേ, മറ്റുള്ളവർ അറിയണ്ടേ? ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ലോകം അറിയണമെങ്കിൽ അതിന് PR വേണം. PR ചെയ്യണമെങ്കിൽ അതിന് മീഡിയാസ് വേണം. മീഡിയാസിന്റെ സപ്പോർട്ട് കൂടിയേ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഒരു കറക്റ്റ് സാധനം പുറം ലോകത്തിന് കിട്ടത്തുള്ളൂ. എന്റെ ഊഹം ശരിയാണെങ്കിൽ ലോകത്ത് ഇത്ര സപ്പോർട്ട് കിട്ടിയ വേറെ PR ഉണ്ടാവില്ല. അതുപോലെ ഇവന് വലിയ പണിയെടുക്കേണ്ടിയും വന്നിട്ടില്ല. ജനങ്ങളിനെ അല്ലാണ്ട് ഓൾറെഡി അനുമോളെ സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവന് വലിയ പണിയെടുക്കേണ്ടി ഒന്നും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു കാഴ്ചപ്പാടില് ഇപ്പൊ ഞാൻ അടക്കുന്ന ആൾക്കാരടക്കം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ PR തന്നെ, ഇനി PR തന്നെ അങ്ങനെ തന്നെ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ PR തന്നെ. പൈസ വാങ്ങിച്ചാ ഇല്ല എന്നുള്ളത് ഇനി പോയി കണ്ടുപിടി. പൈസ വാങ്ങിച്ചെന്നായിരിക്കുമല്ലോ പറയുന്നത്. എന്തായാലും ഞാനത് നിഷേധിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ PR തന്നെ, പോയി കേസ് കൊടു, അത് പോട്ടെ. അപ്പൊ അങ്ങനെ ഇവന് വലിയ പണിയെടുക്കേണ്ടി വന്നിട്ടില്ല. എല്ലാവരും, നമ്മളെ ജനങ്ങളെല്ലാവരും സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നോണ്ട് തന്നെ ഇവന് വലിയതായിട്ട് അങ്ങനെ കിടന്ന് അനുമോളെ ബൂസ്റ്റപ്പ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അല്ലാണ്ട് തന്നെ അവൾ ഓൾറെഡി ബൂസ്റ്റപ്പാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഈ സീസണിൽ അനുമോൾക്ക് ഏറ്റവും കൂടുതൽ ഹൈപ്പ് കൊടുത്ത PR-കൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഈ 4 എണ്ണമാണ്. ശൈത്യ, RJ ബിൻസി, അപ്പാനി, സരിക. ഇത് 4 കൂടി വന്നിട്ട് അവളെ കുറ്റം പറയാൻ തുടങ്ങിയതോടെ അവൾക്ക് വീണ്ടും ഹൈപ്പ് കിട്ടി. അവൾ തന്നെ കയറി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവരാണ് ഏറ്റവും വലിയ PR എന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ല, ഒന്നാം തരം PR. ഇനി നമ്മുടെ വിനു വിജയ് ഇല്ലേ, അതായത് അനുമോളുടെ മെയിൻ PR, അവൻ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം, കുറച്ച് വായിക്കാം. ഔദ്യോഗിക പ്രസ്താവന: ഓൺലൈൻ അപകീർത്തിക്കും സൈബർ ബുള്ളിങ്ങിനുമെതിരെ അടുത്തിടെ ബിഗ് ബോസ് മത്സരാർത്ഥികളായ എനിക്കും മറ്റു ചിലർക്കുമെതിരെ നിരവധി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഓൺലൈനിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് സംബന്ധിച്ച് എന്റെ നിലപാട് വ്യക്തവും പരസ്യവുമായത് തന്നെ ജനങ്ങളോട് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ഘട്ടത്തിൽ മത്സരാർത്ഥിയായ അപ്പാനി ശരത്ത് തന്റെ നേരെ ഉണ്ടായ അപകീർത്തികരമായ പോസ്റ്റുകൾക്ക് അനുമോളിന്റെ ടീം കാരണമാണെന്ന് വിശ്വസിച്ചത്. എന്നാൽ ഞാൻ വ്യക്തിപരമായി സമർപ്പിച്ച തെളിവുകൾക്ക് ശേഷം അതിനു പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന അദ്ദേഹം തന്നെയാണ് നിയമിച്ച ചില അംഗങ്ങളാണ് എന്നത് വ്യക്തമായി തെളിഞ്ഞു. അതുപോലെ ശൈത്യ, അക്ബർ എന്നിവർ ഉൾപ്പെടെയുള്ള മറ്റു ചില മത്സരാർത്ഥികൾക്കും സമാനമായ സാഹചര്യങ്ങളിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ആരെയും അപകീർത്തിപ്പെടുത്താനോ ഓൺലൈനിൽ ആക്രമിക്കാനോ പിന്തുണച്ചിട്ടില്ലെന്നും മറിച്ച് അപമാനകരമായ പോസ്റ്റുകൾ നിയന്ത്രിക്കുകയും പരസ്പര ബഹുമാനം നിലനിർത്തുകയും സൈബർ ബുള്ളിങ്ങിനെതിരെ ചെയ്യുന്നതും തന്നെയാണ് എന്റെ ലക്ഷ്യമെന്ന് വ്യക്തമാകട്ടെ. ഇത് സൂം ചെയ്താലാണല്ലോ വിഷയം. അനുമോളിനെ അപകീർത്തിപ്പെടുത്തുന്ന വ്യാജ പോസ്റ്റുകൾ അനീഷ് PR, അക്ബർ PR എന്നിവരാൽ നിയന്ത്രിക്കപ്പെട്ടതാണെന്ന് തെളിവുകൾ ഞങ്ങൾ ഇതിനകം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കണ്ടെത്തലുകൾക്കായുള്ള എല്ലാ തെളിവുകളും സമർപ്പിക്കാൻ ഞാൻ പൂർണ്ണമായി തയ്യാറാണ്. കൂടാതെ എന്റെ പേരിൽ ഉന്നയിച്ച തെറ്റായ ആരോപണങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിന് യഥാർത്ഥ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുമായി ഞാൻ നിയമ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിനായി ബിഗ് ബോസ് മത്സരാർത്ഥികളെ ലക്ഷ്യമാക്കി നടക്കുന്ന സൈബർ ബുള്ളിങ്ങിനും ഓൺലൈൻ അപകീർത്തി തടയുന്നതിനും ഞാൻ ഒരു സമർപ്പിക്കുന്നതിനുള്ള നടപടികളാണ്. ഓൺലൈൻ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നവരെ, അവരെ മാനസികമായി വേദനിപ്പിച്ചവരെ നീതിയുടെ മുന്നിൽ കൊണ്ടുവരിക എന്നതാണ് എന്റെ ലക്ഷ്യം. കൂടാതെ മത്സരാർത്ഥികളുടെ സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ നിയന്ത്രിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ, മറ്റ് ഓൺലൈൻ പേജുകൾ എതിരെയും അപമാനകരമായ പെരുമാറ്റം, സ്ത്രീകളെ അധിക്ഷേപിക്കുകയും പ്രസ്താവനകൾ ലക്ഷ്യമിട്ട് ട്രോളുകൾ എന്നിവയ്ക്കായി നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഓൺലൈൻ അപകീർത്തി, അങ്ങനെ കാര്യങ്ങൾ എന്റെ പ്രതിജ്ഞ എന്ന് വിനു വിജയ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് കുറെ കാര്യങ്ങളൊക്കെ വിനു വായിച്ചു തള്ളിയിട്ടുണ്ട്. ഇതൊക്കെയാണ് സംഭവങ്ങൾ. നിങ്ങൾ തന്നെ പറ. ഞാനിപ്പോ കണ്ടെടുത്തോളം കേട്ടെടുത്തോളം വെച്ചിട്ട് അനുമോളെ തകർക്കാൻ നല്ലൊരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം വ്യക്തമാണ്.
നമുക്ക് നോക്കാം. വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കൊണ്ട് പുതിയ വീഡിയോ ആയിട്ടാണ്.